ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് തുളസീദാസ് പരമേശ്വരൻ. പ്രധാന വാർത്തകൾ. സംസ്ഥാനത്ത് മന്ത്രിമാരുടെ നേതൃത്വത്തിലുള്ള കരുതലും കൈത്താങ്ങും താലൂക്ക് തല പരാതി പരിഹാര അദാലത്തിന് നാളെ തുടക്കം. 16ാം ധനകാര്യ കമ്മീഷൻ റിപ്പോർട്ട് തയ്യാറാക്കുന്നതിനായി കമ്മീഷൻ ചെയർമാനും അംഗങ്ങളും സംസ്ഥാനത്തെത്തി. മാലിന്യമുക്ത നവകേരളം, ദാരിദ്ര്യ നിർമ്മാർജ്ജനം എന്നിവ സംബന്ധിച്ച സംയോജിത പ്രവർത്തനങ്ങൾ ആവിഷ്കരിക്കുന്നതിനായി തദ്ദേശ സ്വയംഭരണ സ്ഥാപന അധ്യക്ഷന്മാരുമായി മുഖ്യമന്ത്രി നാളെ സംവദിക്കും. സൌദിയിൽ മോചനം കാത്ത് കഴിയുന്ന കോഴിക്കോട് ഫറോക്ക് സ്വദേശി അബ്ദുൾ റഹീമിന്റെ മോചനവുമായി ബന്ധപ്പെട്ട വിധി പ്രഖ്യാപനം റിയാദ് കോടതി മാറ്റിവച്ചു. ഏഷ്യാകപ്പ് അണ്ടർ-19 പുരുഷ ക്രിക്കറ്റ് കിരീടം ബംഗ്ലാദേശിന്. ISL ഫുട്ബോളിൽ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് മോഹൻ ബഗാൻ മത്സരം രാത്രി 7:30-ന്. വാർത്തകൾ വിശദമായി. മന്ത്രിമാരുടെ നേതൃത്വത്തിലുള്ള കരുതലും കൈത്താങ്ങും താലൂക്ക് തല പരാതി പരിഹാര അദാലത്തിന് നാളെ തുടക്കം. ഇതിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം തിരുവനന്തപുരം ഗവൺമെന്റ് വിമൻസ് കോളേജിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ നാളെ രാവിലെ നിർവഹിക്കും. തുടർന്ന് തിരുവനന്തപുരം താലൂക്ക് അദാലത്ത് നടക്കും. അദാലത്തിന് ജില്ലകളിൽ മന്ത്രിമാർ നേതൃത്വം നൽകും. 16ാം ധനകാര്യ കമ്മീഷൻ ചെയർമാൻ അരവിന്ദ് പനഗരിയയും അംഗങ്ങളുമടങ്ങിയ സംഘം സംസ്ഥാനത്തെത്തി. ധനകാര്യ കമ്മീഷൻ റിപ്പോർട്ട് തയ്യാറാക്കുന്നതിനായി സംസ്ഥാനങ്ങളിലേക്കുള്ള പഠനയാത്രകളുടെ ഭാഗമായാണ് സന്ദർശനം. ഉച്ചയ്ക്ക് ശേഷം കൊച്ചിയിൽ എത്തിയ സംഘത്തെ ധനകാര്യമന്ത്രി KN ബാലഗോപാലിന്റെ നേതൃത്വത്തിൽ സ്വീകരിച്ചു. ചൊവ്വാഴ്ച കോവളത്ത് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേതൃത്വത്തിൽ സ്വീകരണം നൽകും. 2026 ഏപ്രിൽ 1 മുതലാണ് കമ്മീഷന്റെ ശുപാർശ പ്രകാരമുള്ള ധനവിഹിതങ്ങൾ കേരളത്തിന് ലഭ്യമായി തുടങ്ങുക. സൌദിയിൽ മോചനം കാത്ത് കഴിയുന്ന കോഴിക്കോട് ഫറോക്ക് സ്വദേശി അബ്ദുൾ റഹീമിന്റെ മോചനവുമായി ബന്ധപ്പെട്ട വിധി പ്രഖ്യാപനം റിയാദ് കോടതി മാറ്റിവച്ചു. വിഷയത്തിൽ വാദം കേൾക്കുന്ന നടപടികളാണ് നടന്നതെന്ന് നിയമസഹായ സമിതി വൃത്തങ്ങൾ അറിയിച്ചു. ദയാധനം സ്വീകരിച്ചതിന് ശേഷം സൌദി കുടുംബം മാപ്പ് നൽകാൻ തയ്യാറാണെന്ന് റിയാദ് ക്രിമിനൽ കോടതിയെ അറിയിച്ചതിനെ തുടർന്ന് കഴിഞ്ഞ ജൂലൈ 2-നാണ് അബ്ദുൾ റഹീമിന്റെ വധശിക്ഷ റദ്ദാക്കിക്കൊണ്ടുള്ള കോടതി ഉത്തരവ് ഉണ്ടായത്. എന്നാൽ മോചനം സംബന്ധിച്ച് അന്തിമ ഉത്തരവ് ഇതുവരെ പുറപ്പെടുവിച്ചിട്ടില്ല. സൌദി പൌരന്റെ മരണത്തെ തുടർന്ന് കഴിഞ്ഞ 18 വർഷമായി റിയാദിലെ ജയിലിൽ കഴിയുകയാണ് അബ്ദുൾ റഹീം. ഈ വർഷത്തെ ദേശീയ പഞ്ചായത്ത് അവാർഡ് രാഷ്ട്രപതി ദ്രൌപദി മുർമു ബുധനാഴ്ച ന്യൂഡൽഹിയിൽ സമ്മാനിക്കും. കേരളത്തിൽ നിന്ന് മലപ്പുറം ജില്ലയിലെ പെരുമ്പടപ്പ് പഞ്ചായത്തും കിലയുമാണ് പുരസ്കാരത്തിന് അർഹമായത്. ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിലെ മികച്ച പ്രവർത്തനങ്ങൾക്കാണ് പെരുമ്പടപ്പ് പഞ്ചായത്തിന് പുരസ്കാരം. തുടർച്ചയായ 2ാം തവണയും ദേശീയ അവാർഡ് ലഭിച്ചതിൽ ഏറെ അഭിമാനമുണ്ടെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് ബിനേഷ മുസ്തഫ ആകാശവാണി വാർത്തകളോട് പറഞ്ഞു. നമുക്ക് തുടർച്ചയായി 2ാം തവണ നാഷണൽ അവാർഡ് ലഭിക്കുന്നത്. പെരുമ്പടപ്പ് പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം നല്ല രീതിയിലുള്ള ഭരണം കാഴ്ചവെക്കാൻ സാധിച്ചിട്ടുണ്ട്. സമ്പൂർണ്ണമായി SC വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്ക് വീട് കൊടുക്കുവാനും അതുപോലെ തന്നെ ഒട്ടനവധി വിഷയങ്ങളിൽ ഇടപെടുവാനും നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. കുടുംബശ്രീ മുഖേന ഒരുപാട് പേർക്ക് തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുവാനും നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. മൃഗസംരക്ഷണത്തിലും അതുപോലെ തന്നെ തൊഴിലുറപ്പിലും പട്ടികജാതി വിഭാഗക്കാർക്കുള്ള ആനുകൂല്യ വിതരണത്തിലും അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിലും നല്ലൊരു പങ്ക് വഹിക്കാൻ ഈ ഭരണസമിതിക്കായിട്ടുണ്ട് എന്ന് അഭിമാനപൂർവ്വം നമുക്ക് പറയാം. സംസ്ഥാനത്തെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ അധ്യക്ഷന്മാരുമായും ജനപ്രതിനിധികളുമായും മുഖ്യമന്ത്രി പിണറായി വിജയൻ നാളെ ഓൺലൈനായി സംവദിക്കും. അതിദാരിദ്ര്യ നിർമ്മാർജ്ജനം, പാലിയേറ്റീവ് കെയർ പ്രവർത്തനങ്ങൾ, മാലിന്യമുക്ത നവകേരളം എന്നിവ സംബന്ധിച്ച സംയോജിത പ്രവർത്തനം ആവിഷ്കരിക്കുകയാണ് യോഗത്തിന്റെ ലക്ഷ്യം. മന്ത്രിമാരായ MB രാജേഷ്, വീണ ജോർജ്, R ബിന്ദു, ചീഫ് സെക്രട്ടറി ശാരദാ മുരളീധരൻ എന്നിവരും യോഗത്തിൽ പങ്കെടുക്കും. സംസ്ഥാനത്തെ 31 തദ്ദേശ വാർഡുകളിൽ ഉപതിരഞ്ഞെടുപ്പ് നടത്തുന്നതിന് മുന്നൊരുക്കങ്ങൾ പൂർത്തിയായതായി സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷണർ A ഷാജഹാൻ അറിയിച്ചു. വോട്ടെടുപ്പ് ചൊവ്വാഴ്ച രാവിലെ 7 മണി മുതൽ വൈകുന്നേരം 6 മണി വരെയാണ്. ഉരുൾപൊട്ടൽ ദുരന്തം വിതച്ച വയനാടിന് പ്രത്യേക പരിഗണന വേണമെന്ന് മന്ത്രി AK ശശീന്ദ്രൻ. വയനാട് പുനരധിവാസത്തിൽ സംസ്ഥാന സർക്കാരിന് ഉദാസീനതയോ ഒളിച്ചുകളിയോ ഇല്ലെന്നും അദ്ദേഹം കോഴിക്കോട് മാധ്യമങ്ങളോട് പറഞ്ഞു. വയനാട് ഉരുൾപൊട്ടൽ സവിശേഷ ദുരന്തമായി പ്രഖ്യാപിക്കണം എന്നാണ് സർക്കാർ ആവശ്യമെന്നും മന്ത്രി വ്യക്തമാക്കി. നിർമ്മിത ബുദ്ധിയും വിദ്യാഭ്യാസത്തിന്റെ ഭാവിയും എന്ന വിഷയത്തിൽ സംഘടിപ്പിക്കുന്ന അന്താരാഷ്ട്ര സമ്മേളനത്തിന് തിരുവനന്തപുരത്ത് തുടക്കമായി. മന്ത്രി R ബിന്ദു ഉദ്ഘാടനം ചെയ്തു. ചൊവ്വാഴ്ച വരെ നടക്കുന്ന സമ്മേളനത്തിൽ ദേശീയ അന്തർദേശീയ തലത്തിലെ വിദഗ്ധർ പങ്കെടുക്കുന്നുണ്ട്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും @ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR ന്യൂസ് TVM X ഹാൻഡിലും ലഭ്യമാണ്. ഏഷ്യാകപ്പ് അണ്ടർ-19 പുരുഷ ക്രിക്കറ്റ് കിരീടം ബംഗ്ലാദേശിന്.
ദുബായ് ഇന്റർനാഷണൽ ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ ഇന്ന് നടന്ന ഫൈനലിൽ ഇന്ത്യയെ 59 റൺസിനാണ് ബംഗ്ലാദേശ് പരാജയപ്പെടുത്തിയത്. ബംഗ്ലാദേശ് ഉയർത്തിയ 198 റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന ഇന്ത്യ 139 റൺസിന് പുറത്തായി. ഓസ്ട്രേലിയയ്ക്കെതിരായ ബോർഡർ ഗവാസ്കർ ക്രിക്കറ്റ് പരമ്പരയിലെ രണ്ടാം ടെസ്റ്റിൽ ഇന്ത്യയ്ക്ക് 10 വിക്കറ്റ് തോൽവി. രണ്ടാം ഇന്നിംഗ്സിൽ ഇന്ത്യ 175ന് പുറത്തായി. 19 റൺസ് വിജയലക്ഷ്യം ഓസീസ് വിക്കറ്റൊന്നും നഷ്ടപ്പെടാതെ മറികടക്കുകയായിരുന്നു. മൂന്നാം ടെസ്റ്റ് ബ്രിസ്ബെയിനിൽ 14ന് ആരംഭിക്കും. ISL ഫുട്ബോളിൽ ഇന്ന് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് മോഹൻ ബഗാനെ നേരിടും. രാത്രി 7:30-നാണ് മത്സരം. പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ നേതൃത്വത്തിൽ കാസർഗോഡ് നടക്കുന്ന ദിശാപ്രവർത്തനത്തിന്റെ ഭാഗമായി ഒരുക്കിയ ന്യൂട്രി തട്ടുകട ശ്രദ്ധേയമാകുന്നു. ആകാശവാണി കാസർഗോഡ് ജില്ലാ പ്രതിനിധി പി ജഗന്നിവാസൻ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. കുട്ടികളുടെ ഇടയിൽ ആരോഗ്യകരമായ ഭക്ഷണശീലം വളർത്തിയെടുക്കുക, പോഷകമടങ്ങിയ പലഹാരങ്ങളെയും ഭക്ഷണങ്ങളെയും പരിചയപ്പെടുത്തുക, ജങ്ക് ഫുഡിന്റെ ഉപയോഗം കുറയ്ക്കുക, ജീവിതശൈലി ക്രമപ്പെടുത്തുക എന്നിവ ലക്ഷ്യമിട്ടാണ് ആരോഗ്യവകുപ്പ് ഇത്തരത്തിൽ ന്യൂട്രി തട്ടുകട ഒരുക്കിയത്. ആരോഗ്യകരമായ ഭക്ഷണം പരിചയപ്പെടുത്തുന്നതോടൊപ്പം സൌജന്യമായി പോഷകം നിറഞ്ഞ പലഹാരവും ജ്യൂസും കുട്ടികൾക്ക് നൽകി. പ്രത്യേകമായി സജ്ജീകരിച്ച ഈ തട്ടുകടയിൽ ഹെൽത്ത് പ്ലേറ്റ്, മഴവിൽ പോഷണം, സ്മാർട്ട് സ്നാക്സ് എന്നിവ കൂടാതെ ക്വിസ് മത്സരവും സംഘടിപ്പിച്ചു. വിദ്യാർത്ഥിനി ആത്മഹത്യയ്ക്ക് ശ്രമിച്ചതിന് പിന്നാലെ കാഞ്ഞങ്ങാട് സ്വകാര്യ ആശുപത്രിക്ക് മുന്നിൽ നഴ്സിംഗ് വിദ്യാർത്ഥികൾ പ്രതിഷേധിക്കുന്നു. പോലീസ് സ്ഥലത്തെത്തിയിട്ടുണ്ട്. ഇന്നലെ ഉച്ചയ്ക്ക് 3ാം വർഷ ജനറൽ നഴ്സിംഗ് വിദ്യാർത്ഥിനി ഹോസ്റ്റൽ മുറിയിൽ ആത്മഹത്യയ്ക്ക് ശ്രമിച്ചതിനെ തുടർന്ന് അത്യാസന്ന നിലയിൽ മംഗലാപുരം ആശുപത്രിയിൽ ചികിത്സയിലാണ്. ആകാശവാണി തിരുവനന്തപുരം നിലയത്തിന്റെ 75ാം വാർഷികത്തോടനുബന്ധിച്ചുള്ള പ്രതിമാസ പ്രഭാഷണ പരമ്പര ആലപ്പുഴ തലവടി ബാലസുബ്രഹ്മണ്യസ്വാമി ക്ഷേത്ര ഓഡിറ്റോറിയത്തിൽ നടന്നു. തോമസ് കെ തോമസ് MLA ഉദ്ഘാടനം നിർവഹിച്ചു. കുട്ടനാടിന്റെ ചരിത്രവും വർത്തമാനവും എന്ന വിഷയത്തിൽ MG ശശിഭൂഷൺ പ്രഭാഷണം നടത്തി. തിരുവനന്തപുരം ആകാശവാണി പ്രോഗ്രാം മേധാവി ശിവകുമാർ, തിരുവനന്തപുരം ആകാശവാണി അസിസ്റ്റന്റ് ഡയറക്ടർ ശ്രീകുമാർ മുഖത്തല എന്നിവരും സംസാരിച്ചു. ശ്രദ്ധേയരായ കഥാകൃത്തുക്കൾ പങ്കെടുത്ത കഥയരങ്ങും നടന്നു. ലക്ഷദ്വീപിലെ ബംഗാരം ദ്വീപിൽ വിനോദയാത്രയ്ക്കെത്തിയ സംഘത്തിലെ 2 സ്കൂൾ വിദ്യാർത്ഥികൾ മുങ്ങിമരിച്ചു. അഗത്തി ദ്വീപിനടുത്ത് സ്ഥിതി ചെയ്യുന്ന ബംഗാരം ദ്വീപിലെ കടൽത്തീരത്ത് കുളിക്കാനിറങ്ങിയ കുട്ടികളാണ് അപകടത്തിൽപ്പെട്ടത്. ഇരുവരും 1ാം ക്ലാസ് വിദ്യാർത്ഥികളാണ്. ശബരിമല തീർത്ഥാടകർ സഞ്ചരിച്ചിരുന്ന മിനി ബസ് മറിഞ്ഞ് 15 പേർക്ക് പരിക്കേറ്റു. കോട്ടയത്തെ കോരുത്തോട് കോസലിക്ക് സമീപം ഇന്ന് പുലർച്ചെയാണ് തമിഴ്നാട് സ്വദേശികൾ സഞ്ചരിച്ച വാഹനം അപകടത്തിൽപ്പെട്ടത്. പരിക്കേറ്റവരെ മുണ്ടക്കയത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. മികവാർന്ന സിനിമകൾ ജനങ്ങളിലേക്ക് എത്തിക്കേണ്ട ഉത്തരവാദിത്തം കേരള രാജ്യാന്തര ചലച്ചിത്രമേള പൂർണ്ണ അർത്ഥത്തിൽ നിർവഹിക്കുന്നുവെന്ന് മന്ത്രി ആർ ബിന്ദു പറഞ്ഞു. 29ാമത് രാജ്യാന്തര ചലച്ചിത്രമേളയുടെ മീഡിയ സെൽ തിരുവനന്തപുരം ടാഗോർ തിയേറ്ററിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. മേള ഈ മാസം 13ന് ആരംഭിക്കും. എറണാകുളം ജില്ലയിൽ സമ്പൂർണ്ണ തിമിര വിമുക്ത യജ്ഞത്തിന് തുടക്കം. ഒരു വർഷത്തിനുള്ളിൽ ജില്ലയെ സമ്പൂർണ്ണ തിമിര വിമുക്തമാക്കുക എന്ന ലക്ഷ്യത്തോടെയുള്ള ദൃഷ്ടി 2024-25ന്റെ ഉദ്ഘാടനം ആലുവ UC കോളേജിൽ മന്ത്രി പി രാജീവ് നിർവഹിച്ചു. മഹാത്മാഗാന്ധി സർവകലാശാല നാഷണൽ സർവീസ് സ്കീമും ആലുവ യൂണിയൻ ക്രിസ്ത്യൻ കോളേജ് NSS യൂണിറ്റും സംയുക്തമായാണ് പരിപാടി സംഘടിപ്പിച്ചത്. ചടങ്ങിൽ വജ്ര ജൂബിലി ലോഗോ തപാൽ സ്റ്റാമ്പ് മന്ത്രി പ്രകാശനം ചെയ്തു. ഗർഭസ്ഥ ശിശുവിന്റെ വൈകല്യം കണ്ടെത്താത്തത് വിവാദമായിരിക്കെ ആലപ്പുഴ ജില്ലയിലെ സർക്കാർ ആശുപത്രികൾ കേന്ദ്രീകരിച്ച് ആരോഗ്യവകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറി രാജൻ N. ഖൊബ്രഗഡെ പരിശോധന നടത്തി. ജില്ലാ കളക്ടർ അലക്സ് വർഗീസിന്റെ സാന്നിധ്യത്തിൽ ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥരുടെ യോഗവും ചേർന്നു. ആന്റിബയോട്ടിക് ദുരുപയോഗം തടയാനുള്ള പ്രവർത്തനങ്ങളിൽ മികവ് പുലർത്തിയ ആലപ്പുഴ കടപ്പുറം ആശുപത്രിക്കുള്ള പുരസ്കാരവും അദ്ദേഹം കൈമാറി. പ്രധാന വാർത്തകൾ വീണ്ടും. സംസ്ഥാനത്ത് മന്ത്രിമാരുടെ നേതൃത്വത്തിലുള്ള കരുതലും കൈത്താങ്ങും താലൂക്ക്തല പരാതി പരിഹാര അദാലത്തിന് നാളെ തുടക്കം. 16ാം ധനകാര്യ കമ്മീഷൻ റിപ്പോർട്ട് തയ്യാറാക്കുന്നതിനായി കമ്മീഷൻ ചെയർമാനും അംഗങ്ങളും സംസ്ഥാനത്തെത്തി. മാലിന്യമുക്ത നവകേരളം, ദാരിദ്ര്യ നിർമ്മാർജ്ജനം എന്നിവ സംബന്ധിച്ച സംയോജിത പ്രവർത്തനങ്ങൾ ആവിഷ്കരിക്കുന്നതിനായി തദ്ദേശ സ്വയംഭരണ സ്ഥാപന അധ്യക്ഷന്മാരുമായി മുഖ്യമന്ത്രി നാളെ സംവദിക്കും. സൌദിയിൽ മോചനം കാത്ത് കഴിയുന്ന കോഴിക്കോട് ഫറോക്ക് സ്വദേശി അബ്ദുൾ റഹീമിന്റെ മോചനവുമായി ബന്ധപ്പെട്ട വിധി പ്രഖ്യാപനം റിയാദ് കോടതി മാറ്റിവച്ചു. ഏഷ്യാകപ്പ് അണ്ടർ-19 പുരുഷ ക്രിക്കറ്റ് കിരീടം ബംഗ്ലാദേശിന്. ISL ഫുട്ബോളിൽ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് മോഹൻ ബഗാൻ മത്സരം രാത്രി 7:30-ന്. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25-ന്.